നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ GSM റിമോട്ട് കൺട്രോള്, അതായത് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഗതി നമ്മളെ തോട്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് നിന്നിട്ടും നമ്മളെ മോട്ടർ ചാലാക്കാൻ പറ്റും, അതുപോലെ നമ്മളെ കൃഷിയിടം നനക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ പൂർണ്ണ വീഡിയോ, ഇത് സെറ്റിങ്, ഇത് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മളെ തോട്ടം നനക്കുന്നതുമായി ബേസ് ചെയ്തിട്ടുള്ള പൂർണ്ണ വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നുണ്ട്. എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഇത് ഫിറ്റിങ്, ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യല്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഫ്സൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരും, കാണിച്ചു തരും, പറഞ്ഞു തരും. അതിന്റെ പേര് GSM റിമോട്ട് കൺട്രോളർ. ഇതിൽ നമുക്ക് വൈഫൈ കണക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് വേറെ ഒരു സിം, ജിയോന്റെ സിം അല്ലാത്ത ഏത് സിമ്മും ഇതിൽ അലൗഡ് ആണ്. നമുക്ക് മൊബൈൽ വഴി നമുക്ക് എവിടെ നിന്ന്, ലോകത്ത് എവിടെ നിന്നും ഇത് ചാലു ആക്കാം, മോട്ടോർ ഓൺ ആക്കാം, ഓഫ് ആക്കാം. നമുക്ക് ഇതിൽ 4G 2G മുതലുള്ള ഏത് സിം ഇതിൽ സപ്പോർട്ട് ആവും. പിന്നെ ഇതിന് നമുക്ക് ചെയ്യേണ്ടത് മോട്ടറിന്റെ പാനൽ റൂം, ഇത് ഈ GSM കൺട്രോളർ ചാർജ് ചെയ്യാനുള്ള 12 വാട്ട് കണക്ഷന് ഒരു പ്ലഗും ഒരു സ്വിച്ചും വേണം. അത് കുത്താനുള്ള ഈ ഇതിൽ സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഇതിന്റെ റേഞ്ച് ആൻഡിന. പിന്നെ ഇത് കണക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാല് ഇതിൽ 6 വയറുണ്ട്. 6 വയറും ഓരോരോ മോട്ടറിന്റെ പാനലിനനുസരിച്ച് ഓരോരോ കണക്ഷനാണ്. ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ഈ MCBന്റെ, ഇതിൽ MCB ഉണ്ട്. ഈ MCBന്റെ അടിയിൽ മേലെയായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഈ 2 വയർ ഈ ചുവപ്പ് വയറിൽ ഇതിൽ കണക്ഷൻ കൊടുക്കുക. MCBന്റെ ഇതിന്റെ അടിയിലും മേലും ഒരു വയർ കൊടുക്കുക, ഓരോരോ വയർ കൊടുക്കുക. ആ വയർ നേരെ വന്നിട്ട് ഇതിൽ കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ ഈ ഇട്ട സിമ്മിന്റെ നമ്പറും നമ്മൾ ഇതിൽ കോണ്ടാക്ട് ആക്കണ മറ്റേ ഫോണത്തെ നമ്പറും കൂടി നമ്മൾ ഈ കമ്പനി വഴി നമുക്ക് ഇതിൽ ചാലു ആക്കണം. നമ്മൾ ചെയ്യൂല, ഇതിന് കമ്പനിക്കാർക്ക് നമ്മൾ വിട്ടെടുത്തിട്ട് അവരവിടുന്ന് സോഫ്റ്റ്വെയർ ചെയ്ത് തരലാണ്. അത്ര തന്നെ. പിന്നെ നമുക്ക് അതിൽ 1 മുതൽ 9 വരെ നമ്മളെ ഇതിൽ നമ്പറുകൾ ഉണ്ടാവല്ല, ആ നമ്പറുകളാണ് ഇതിന് ടൈമർ. 1 വെക്കാൻ ഒരു 10 മിനിറ്റ്, അങ്ങനെ 9 വെക്കാൻ 9 മണിക്കൂർ, 0 വെക്കാൻ മോട്ടോർ ഓൺ ഓഫ് ആവും. അതിന്റെ വീഡിയോ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ MCB എന്ന് പറഞ്ഞ 2 വയർ, ഒരു വയർ ദീമലും ഒരു വയർ ദീമലും കൊടുത്ത്. പക്ഷെ ഇത് വേറെ പാനൽ നമ്മളെ സ്റ്റാർട്ടർ ചുവപ്പും നീല അല്ല ചുവപ്പും പച്ചയുള്ള സ്റ്റാർട്ടർ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ അതിന് കണക്ഷൻ വേറെയാണ്. അപ്പൊ ആവശ്യക്കാർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മളെല്ലാം ചെയ്തു തരുന്നതാണ്. ഇപ്പൊ ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത് ഈ MCBന്റെ അടിയിലും മേലും കൊടുത്തിട്ടാണ്. കാരണം ഇത് നമുക്ക് മാനുവലായിട്ടും ഓട്ടോ ആയിട്ടും ഓൺ ഓഫ് ആക്കാനുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ കണക്ഷൻ കൊടുക്കേണ്ടത് MCBന്റെ അടിയിൽ നിന്ന് ഇതിന്റെ ഏതെങ്കിലും ഒരു വയർ കണക്ഷൻ കൊടുക്കുക, MCBന്റെ മേലെന്ന് ഇതിന് ഏതെങ്കിലും കണക്ഷൻ കൊടുക്കുക. കാരണം ഈ GSM കംപ്ലൈന്റ് ആയാൽ നമുക്ക് മാനുവലായിട്ട് ഓൺ ആക്കാനുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ചാർജർ ഇതിൽ കുത്തിയാല് ഇതിൽ ഈ പവർ ബട്ടൺ ഓൺ ആവും, പവറിന്റെ ലൈറ്റ് ഓൺ ആവും. കണ്ടാ, ഇത് സിഗ്നൽ, ഇപ്പൊ സിം എടുത്ത സിഗ്നൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാല് സിഗ്നൽ കത്തും. ഇൻഡിക്കേഷൻ വരുന്നുണ്ട് സിഗ്നൽ എടുക്കും. ചാർജ് ഇത് എപ്പോഴും ഫുൾ ടൈം ചാർജിൽ ഇങ്ങനെ എപ്പോഴും ചാർജിൽ ഇങ്ങനെ എടുക്കണം. കാരണം അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ഇതിന്റെ ബാറ്ററിക്ക്. ഓക്കെ, ഇതാ സിമ്മിന്റെ സിഗ്നൽ ചാലുവായി. ഇതാണ് സിഗ്നലിന്റെ ആന്റിന. നമ്മളെല്ലാ ഇതും കഴിഞ്ഞ് നമ്മൾ മോട്ടോർ ഓൺ ആക്കി കാണിച്ചു തരാം. ഇതിൽ നമ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സിമ്മിത്തെ നമ്പർക്ക് നമ്മൾ കോൾ ചെയ്യാൻ കേട്ടാ. കോൾ ചെയ്യുക, നമ്മൾ ലൗഡ് സ്പീക്കർ ഇടുക. Hello, welcome to Westland Technology Services GSM controller. Press 1 to turn on your device. ഒന്ന് നെക്കിയാല് നമ്മുടെ ഡിവൈസ് ഓൺ ആവും. ഡിവൈസ് ഓൺ ആയി. നമ്മൾ സ്പ്രിംഗ്ലർ വർക്ക് ആവാൻ പോവാണ്. ഇതുവാ മോട്ടർ ഓൺ ആയിരിക്കും. ഓഫ് ചെയ്യുന്നതിനായി 0 അമർത്തുക. മോട്ടർ is on, press 0 to turn off. മോട്ടർ ഓൺ ആയിരിക്കുന്നു. ഓഫ് ചെയ്യുന്നതിനായി 0 അമർത്തുക. മോട്ടർ is on, press 0 to turn off. മോട്ടർ ഓൺ ആയിരിക്കുന്നു. ഓഫ് ചെയ്യുന്നതിനായി 0 അമർത്തുക. ഇതാണ് നമ്മളെ മോട്ടർ ഓൺ ആയിട്ടുണ്ട്. സ്പ്രിംഗ്ലർ നമ്മളെ തോട്ടം നനയുന്നുണ്ട്. ഇതിപ്പോ എവിടെ ഇരുന്നിട്ട്, ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ടും നമുക്ക് ഇതുപോലെ ഓണാക്കാം.
ഓഫ് ആക്കാം. ഇനി എത്ര മിനിറ്റ്, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആ ഒരു ലെവലൊക്കെ നമുക്ക് മോട്ടർ ഇട്ട് വെക്കാം, ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഓക്കെ. ഇതുപോലെ നമ്മളെ കൃഷിത്തോട്ടങ്ങൾ, കവുങ്ങിൻ തോട്ടങ്ങൾ, ഫലവൃക്ഷത്തോട്ടങ്ങൾ മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ നനക്കാം. മൊബൈൽ ഓഫ് അടിപൊളി. അപ്പൊ നമ്മള് മോട്ടർ ഇത്രയും നേരം ഓൺ ആയതായിരുന്നു. നമ്മൾ ഇനി മോട്ടർ ഓഫ് ആക്കാൻ പോവാണ്. രണ്ടാമത് നമ്മൾ കോൾ ചെയ്യാം. കോൾ ചെയ്തിട്ട് 0 അമർത്തിയാല് മോട്ടർ ഓഫ് ആവും.